Wish you a wonderful day, my dear students. This is the second part of the video class of the chapter Selections from the Cry of the Gull by Emmanuelle Laborit. The pediatrician thought I was crazy, my mother says. He didn't believe it either because you seemed to react normally to sounds. But it was the same old story. You were really just feeling vibrations. Yet, when we clapped our hands next to you or behind you, you didn't turn your head in the direction of the noise. You didn't respond when you were called, and I could tell it wasn't normal. When I used to walk up to you, you seemed so surprised. You would practically jump, as though you had become aware of the presence only a split second before. I started thinking I had psychological problems, especially since the pediatrician still didn't want to believe me, even though he saw you for checkups once a month. ഇമ്മാനുവൽ ലബോററ്റിൻ്റെ ഏറ്റവും ചെറുപ്പകാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവളുടെ അമ്മ വിവരിക്കുന്ന തരത്തിലാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. അവളുടെ പാരൻസിൻ്റെ അനുഭവങ്ങളാണ് നമ്മളോടായി ഇമ്മാനുവൽ ലബോറിറ്റ് അവരുടെ ആത്മകഥയായിട്ടുള്ള ദ ക്രൈ ഓഫ് ദ ഗള്ളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കാൻ അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ ഒരു പാരഗ്രാഫിൽ ഇമ്മാനുവൽ ലബോറിറ്റിൻ്റെ അമ്മ അവളുടെ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവളെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഹൂ ഈസ് എ പീഡിയാട്രീഷ്യൻ? പീഡിയാട്രീഷ്യൻ ഈസ് എ ഡോക്ടർ ഹു ടേക്സ് കെയർ ഓഫ് ദ ചൈൽഡ്, അല്ലേ? ചെറിയ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഇൻഫൻസ് ചൈൽഡ്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെയാണ് പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്നത്. The pediatrician thought I was crazy, my mother says. എൻ്റെ അമ്മ പറയുമായിരുന്നു, ആ പീഡിയാട്രീഷ്യൻ വിചാരിച്ചു കാണും എനിക്ക് ഭ്രാന്താണെന്ന്. ഞാൻ പറയുന്നതൊന്നും അയാൾ വിശ്വസിക്കുന്നതേയില്ല. ചില സമയങ്ങളിൽ ഇമ്മാനുവൽ ലബോറിറ്റ് ചെറിയ ചെറിയ ശബ്ദങ്ങളോട് പ്രതികരിക്കുമായിരുന്നു. പക്ഷേ സത്യത്തിൽ അവൾ ആ വൈബ്രേഷൻ, ആ പ്രകമ്പനങ്ങൾ മാത്രമാണ് മനസ്സിലാക്കിയിരുന്നത്. അവൾക്ക് കേൾവിശക്തി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവളുടെ അമ്മ കൈകൾ കൊട്ടി ശബ്ദമുണ്ടാക്കുമായിരുന്നു. ചിലപ്പോൾ അവളുടെ മുന്നിൽ വെച്ച്, ചിലപ്പോൾ അവളുടെ സൈഡിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പിറകിൽ. അങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അവൾ തലതിരിയും അങ്ങോട്ട് നോക്കും, പലപ്പോഴും നോക്കാറുമില്ല. അവളുടെ പേരെടുത്ത് വിളിച്ച് പറയുമ്പോഴും അങ്ങനെ നോക്കാറില്ല. അത് അത്ര നോർമലായി ഇമ്മാനുവൽ ലബോറിറ്റിൻ്റെ അമ്മയ്ക്കും അച്ഛനും തോന്നിയില്ല. എന്നാൽ അവളുടെ അടുത്തേക്ക് അച്ഛനും അമ്മയും ചെല്ലുമ്പോൾ അവൾ എടുത്തു ചാടി അവളുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുമായിരുന്നു. അവരുടെ പ്രസൻസ്, അവരുടെ സാമീപ്യം മനസ്സിലാക്കിയത് കൊണ്ട് ആണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പതിയെ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അവളുടെ അമ്മയ്ക്ക് തോന്നുമായിരുന്നു, തനിക്ക് എന്താ ഭ്രാന്തിൻ്റെ തുടക്കമാണോ എന്നല്ല. പീഡിയാട്രീഷ്യൻ അടുത്തേക്ക് ചെക്കപ്പിനായി മാസത്തിൽ ഓരോ തവണയും പോകുമ്പോഴും ആ ഒരു ചിന്ത ഇമ്മാനുവൽ ലബോറിറ്റിൻ്റെ അമ്മയ്ക്ക് ഉള്ളിൽ വളരാൻ തുടങ്ങി. I set up yet another appointment with him to discuss my concerns. That's when he bluntly told me, "Madam, I strongly suggest you to get counseling." Then he slammed the door on purpose. And since you just happened to turn around, maybe because you had felt the vibration or simply because you found his behavior strange, he said, "you can't clearly see the idea absurd." മറ്റൊരു ദിവസം ആ ഡോക്ടറെ കാണുവാനായി അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് തുറന്നടിച്ചതുപോലെ പറയുകയുണ്ടായി, "മാഡം, ഐ സ്ട്രോങ്ലി സജസ്റ്റ് യു get counseling."
മാഡം, താങ്കൾക്ക് അത്യാവശ്യമായി ഒരു കൗൺസിലിംഗ് വേണ്ടതുണ്ട്. അതിനുശേഷം അദ്ദേഹം ആ ക്ലിനിക്കിലെ ഡോറ് ശക്തിയായി വലിച്ചടച്ചു. ആ ശബ്ദം കേട്ടിട്ടെന്നോണം അങ്ങോട്ട് തിരിഞ്ഞതാവാം ഇമ്മാനുവൽ ലബോററ്റ്. ആ ഒരു ബിഹേവിയർ വളരെ സ്ട്രേഞ്ചാണ്. You can clearly see the idea absurd. What do you mean by absurd? Absurd means നിരർത്ഥകമായ, meaningless. The idea seems so meaningless to her mother. I'm angry at him and at myself for having believed him. After that office visit, your father I went through a period of real anguish. We observed you constantly. We whistled, called you, slammed doors, watched you, clap your hands and sway as though you were dancing to the music. One minute we believed you could hear, the next time we thought you couldn't. We were totally confused. ഇമ്മാനുവൽ ലബോററ്റിൻ്റെ അമ്മയ്ക്ക് ആ ഒരു പീഡിയാട്രീഷ്യനോട് വല്ലാത്ത കോപം തോന്നി. അയാളോട് മാത്രമല്ല, തന്നോടും ആ രീതിയിൽ ഒരു ദേഷ്യം തോന്നി. അയാളെ താൻ വിശ്വസിച്ചുവല്ലോ എന്നോർത്ത്. ആ ഓഫീസ് വിസിറ്റിന് ശേഷം അച്ഛനും അമ്മയും വല്ലാതെ വിഷമിച്ചു, മനോവ്യതയിൽ ആണ്ടു. ആംഗ്വിഷ് മീൻസ് മനോവ്യത. അതിനുശേഷം ഇമ്മാനുവൽ ലബോററ്റിനെ അവളുടെ മാതാപിതാക്കൾ സശ്രദ്ധം വീക്ഷിക്കാൻ തുടങ്ങി. അവൾക്ക് മുന്നിൽ വിസിലടിച്ചു നോക്കി, ശക്തമായി വാതിൽ കൊട്ടിയടച്ചു നോക്കി, തങ്ങളുടെ കൈകൾ കൂട്ടിയടിച്ച് ശബ്ദമുണ്ടാക്കി നോക്കി. പലപ്പോഴും പാട്ടുകൾ ഉച്ചത്തിൽ വെച്ച്, ഡാൻസൊക്കെയുള്ള പാട്ടുകൾ ഉച്ചത്തിൽ വെച്ച് നോക്കി. ചില നിമിഷങ്ങളിൽ ഇമ്മാനുവൽ ലബോററ്റിന് കേൾവിശക്തി ഉണ്ട് എന്നവർക്ക് തോന്നി. അതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ അത് തെറ്റാണെന്നും അവർക്ക് മനസ്സിലാക്കേണ്ടി വന്നു. ഈ ഒരു അവസ്ഥ അവരിൽ വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. When you were 9 months old, I took you to a specialist. He lost no time telling me you had been born profoundly deaf. It was a tremendous shock. I couldn't accept it, and neither could your father. We kept telling ourselves, it's a misdiagnosis. There is no way. We went to see another specialist. I was so hoping he would grin, reassure us, and send us home. ഇമ്മാനുവൽ ലബോററ്റിന് 9 മാസം പ്രായമായപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെയും എടുത്തുകൊണ്ട് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇമ്മാനുവൽ ലബോററ്റ് ജന്മനാൽ തന്നെ ബധിരയായ ഒരു കുട്ടിയാണ് എന്നാണ്. ആ വിവരം ഇമ്മാനുവൽ ലബോററ്റിൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഭീകരമായ ഷോക്കായിരുന്നു. ആ ഒരു സത്യം അവർക്ക് മനസ്സിലാക്കുവാനോ അത് അംഗീകരിക്കുവാനോ രണ്ടുപേർക്കും സാധിച്ചില്ല. അവർ മനസ്സിൽ ചിന്തിച്ചു, ഇറ്റ്സ് എ മിസ്ഡയഗ്നോസിസ്. there is no way. അത് അവരുടെ തെറ്റായ ചെക്കപ്പ് കാരണമാകാം, അല്ലാതെ മറ്റൊരു വഴിയും ആവാൻ സാധ്യതയില്ല. അവർ വീണ്ടും മറ്റൊരു സ്പെഷ്യലിസ്റ്റിനെ കാണാനായി തീരുമാനിച്ചു. അയാൾക്ക് മറ്റൊരു അഭിപ്രായമാണെങ്കിലോ, അവർക്ക് തങ്ങൾക്ക് വേണ്ടി ഒരു അഷ്വറൻസ് തരാൻ സാധിച്ചെങ്കിലോ, ഒരു ഉറപ്പ് തരാൻ സാധിച്ചെങ്കിലോ, ആ ഉറപ്പോടുകൂടി അവരെ തങ്ങളെ വീടുകളിലേക്ക് പറഞ്ഞയക്കുവാൻ സാധിച്ചെങ്കിലോ എന്നെല്ലാം ഇമ്മാനുവൽ ലബോററ്റിൻ്റെ മാതാപിതാക്കൾ ചിന്തിക്കുവാൻ ആരംഭിച്ചു. Then we went to Trousseau Hospital with your father. During the examination, they made you listen to sounds so loud they practically pierced my eardrums, but you were totally unresponsive to them. You were sitting on my lap, and that's when I realized it was true. I asked the specialist 3 questions. Will she talk? Yes. It will take a long time. What should we do? Have her fitted with the hearing aid.
and get her into speech therapy as soon as possible. Avoid sign language at all cost. Is there any way I could meet some deaf adults? That would be a good idea. They belong to a generation that didn't even have early training. You would be disappointed and discouraged. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇമാനുവൽ ലബോററ്റിൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും അച്ഛൻ, അവളെ എടുത്തുകൊണ്ട് ട്രോസോ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ അവളെ പരിശോധിക്കുകയും ഉണ്ടായി. ചില ഉപകരണങ്ങളെല്ലാം അവളുടെ ചെവിയിലേക്ക് അടുത്ത് വെച്ചുകൊണ്ട് അതിലെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ ആരംഭിച്ചു. ചില ശബ്ദങ്ങൾ ചെവിയുടെ കർണപടത്തെ പോലും ഭേദിക്കുവാൻ പോകുന്ന ഫ്രീക്വൻസിയിലുള്ളതായിരുന്നു. പക്ഷേ ഇമാനുവൽ ലബോറിറ്റ് തീർത്തും അതിനോട് റെസ്പോണ്ട് ചെയ്തതേയില്ല. അവൾ അവളുടെ അമ്മയുടെ മടിയിൽ വളരെ കാം ആൻഡ് ക്വയറ്റായി ഇരിക്കാൻ തുടങ്ങി. അതിനുശേഷം അവളുടെ അമ്മ ആ സ്പെഷ്യലിസ്റ്റിനോട് 3 കാര്യങ്ങൾ ചോദിച്ചു. വിൽ ഷീ ടോക്ക്? യെസ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. തൻ്റെ മകൾ സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് അതിന് വളരെയധികം കാലം എടുക്കുമെന്നായിരുന്നു. വാട്ട് ഷുഡ് വി ഡു? ഹാവ് ഹർ ഫിറ്റഡ് വിത്ത് എ ഹിയറിംഗ് എയ്ഡ് and get her into speech therapy as soon as possible. Avoid sign language at all cost. ഇതിനുശേഷം ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് മാതാപിതാക്കൾ അദ്ദേഹത്തിനോട് ചോദിച്ചു. അവൾക്ക് ചെവിയിൽ വയ്ക്കുവാനായി ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചു കൊടുക്കൂ. അതിനുശേഷം പതിയെ സ്പീച്ച് തെറാപ്പിയും അവളിൽ ആരംഭിക്കൂ. സൈൻ ലാംഗ്വേജ് ഒരു കാരണവശാലും പഠിപ്പിക്കരുത് എന്നും അദ്ദേഹം അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്തു. സൈൻ ലാംഗ്വേജ് ആംഗ്യ ഭാഷയാണ് സൈൻ ലാംഗ്വേജ്. ഈസ് ദർ എനി വേ ഐ കുഡ് മീറ്റ് സം ഡെഫ് അഡൾട്ട്സ്? ദാറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ. ദേ ബിലോങ് ടു ജനറേഷൻ ദാറ്റ് ഡിഡ്ന്റ് ഹാവ് ഏർലി ട്രെയിനിങ്. യു വുഡ് ബി ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഡിസ്കറേജ്ഡ്. മുതിർന്നവരായിട്ടുള്ള ബധിരരായ വ്യക്തികളെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നായി ഇമാനുവൽ ലബോറിറ്റിൻ്റെ അമ്മ ചോദിച്ചത്. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, അതൊരു നല്ല ഐഡിയ ആണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ജനിച്ചിരുന്ന ആളുകൾ ഇന്ന് അഡൽട്ടായിട്ടുള്ള മുതിർന്ന വ്യക്തികളായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ട്രെയിനിങ് ഒന്നും ലഭിച്ചവരല്ല. നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ നിങ്ങൾ നിരാശരും തീർത്തും മനോവിഷമത്തിന് അടിമയാകുകയും ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട എന്നും ആ സ്പെഷ്യലിസ്റ്റ് അവരോടായി പറഞ്ഞു. Your father was completely overcome, I cried, when he had this curse came from. Was it genetic? Had it been caused by an illness during pregnancy? I felt guilty, and so did your father. We tried to no avail to find out who might have been deaf on the side of a family or the other. ഇമാനുവൽ ലബോററ്റിൻ്റെ അച്ഛൻ വളരെയധികം അതിനോട് പൊരുത്തപ്പെട്ടതായി തോന്നി. പക്ഷേ ഇമാനുവൽ ലബോററ്റിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞുപോയി. ഇതൊരു ശാപമാണോ തൻ്റെ കുടുംബത്തിലേക്ക് വന്നത്? തൻ്റെ മകൾക്കിങ്ങനെ സംഭവിച്ചത് ഒരു ശാപം മൂലമായിരിക്കാമോ? അല്ലെങ്കിൽ ഇത് ജനറ്റിക്കലായിട്ടുള്ള വല്ല കാരണങ്ങളും കൊണ്ടായിരിക്കുമോ? അതുമല്ലെങ്കിൽ തൻ്റെ പ്രസവ കാലഘട്ടത്തിൽ തനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയോ? അത്തരത്തിലുള്ള ചിന്തകളിലെല്ലാം ഇമാനുവൽ ലബോററ്റിൻ്റെ അമ്മയുടെ മനസ്സിൽ ആദി ജനിപ്പിച്ചു. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ കേൾവിശക്തി ഇല്ലാത്തവരായിട്ടുണ്ടോ എന്നെല്ലാം അവർ ചിന്തിക്കുകയും അത്തരത്തിൽ ആലോചിച്ചും മനപ്രയാസം പൂണ്ട് നിൽക്കുവാനും തുടങ്ങി. I can understand the shock my parents suffered from all that. Parents of deaf children always want to assign guilt. They are always looking for the guilty party. But blaming one parent or the other for a child's deafness is horrible for the child. It shouldn't happen. They still don't know why I am deaf and will never will. And it's probably better that way. ഇമാനുവൽ ലബോററ്റിന് പതിയെ മനസ്സിലായി എത്രമാത്രം ഷോക്ക്
തൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ എന്ന്. ബധിരയായ ഒരു കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ചാർത്തിക്കൊടുക്കുന്നതാണോ ഈ ഒരു മനോവ്യഥ? അവരെപ്പോഴും ആ വ്യഥയിൽ ജീവിക്കേണ്ടവരാണോ? ഒരു ചെറിയ കുട്ടി, അവൾക്ക് കേൾവിശക്തിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അവർ സമൂഹത്തിന് മുന്നിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. താൻ എന്തുകൊണ്ടാണ് ബധിരയായി ജനിച്ചത് എന്ന് അവർ ആലോചിച്ചിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? My mother says she didn't know what to do with me. She would took at me, but couldn't come up with any activities to create a bond between us. Sometimes she couldn't even bring herself to play with me. She stopped talking to me. She was going through her head was, I can't even tell her I love her anymore because she can't hear. She was in a state of shock, stunned. She couldn't think rationally. എന്തു ചെയ്യണമെന്ന് തൻ്റെ അമ്മയ്ക്ക് തീരെ അറിയുമായിരുന്നില്ല. അമ്മ ഇമ്മാനുവൽ ലബോററ്റിൻ്റെ കൂടെ കളിക്കാവുന്നത് പതിയെ നിർത്തി. അവളോട് സംസാരിക്കുന്നതും നിർത്തി. അമ്മ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കെത്തി. അതോർത്ത് അമ്മയ്ക്ക് വിഷമമായിരുന്നു. അമ്മയ്ക്ക് വലിയൊരു ഷോക്ക് ഏറ്റതുപോലെയായിരുന്നു ആ സംഭവങ്ങളെല്ലാം തന്നെ. അമ്മയ്ക്ക് യുക്തിപൂർവമായി ചിന്തിക്കുവാൻ സാധിച്ചില്ല. വാട്ട് യു മീൻ തിങ്കിങ് റാഷണലി? യുക്തിസഹമായി ചിന്തിക്കുക എന്നതാണ് തിങ്കിങ് റാഷണലി എന്നതിൻ്റെ അർത്ഥം. So this was the second part of selections from The Cry of the Gull. Thank you, my dear students.